നിങ്ങൾ കാത്തിരുന്ന ഗൃഹസഖിയുടെ മറ്റൊരു എപ്പിസോഡ് ഇതാ ആരംഭിക്കുകയായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. ഗൃഹസഖിയുടെ ഇന്നത്തെ നമ്മുടെ അതിഥി വളരെ കുട്ടിക്കാലം മുതലേ പാടിത്തുടങ്ങി പാട്ടിലൂടെ നമ്മൾ പരിചയിച്ചറിഞ്ഞ മലയാളം വളർത്തിയ ഒരു പ്രിയ ഗായികയാണ്. മലയാളത്തിന്റെ അഭിമാനമായ ശ്രീ ഒ.എൻ.വി. സാറിന്റെ കൊച്ചുമകൾ കൂടിയായ അപർണ രാജീവിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സ്വാഗതം ചെയ്യാം അപർണയെ സ്നേഹപൂർവ്വം ഗൃഹസഖിയിലേക്ക്. ഹലോ അപർണ. അപ്പോൾ ശരിക്കും നമ്മൾ അപർണയെ വളരെ കൊച്ചിലെ മുതലേ ടി വിയിലൊക്കെ പാട്ടുപാടി കണ്ട ഒരാളാണ്. ഇപ്പൊ അപർണ ഒരു കുട്ടിയുടെ അമ്മയും കൂടെയാണ്. അപ്പൊ എങ്ങനെയുണ്ട് അത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കഥകൾ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്, ഈ അമ്മ റോളാണ്. 8 മാസമായി അല്ലേ? അത് 8 മാസമായി, 9 ആവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും ഇങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ എന്നെ ഒരു കുട്ടിയായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് പാട്ടൊക്കെ എങ്ങനെ കൊണ്ട് നടക്കണം? കാരണം ഒരു കുഞ്ഞുവാവ വീട്ടിലുള്ളപ്പോ അതിന്റെ ഏറ്റവും വലിയ ജോലി ഇപ്പോഴാണ് ശരിക്കും ഒരു കുട്ടീനെ വളർത്തുന്നതിന്റെ ആ ബുദ്ധിമുട്ട് ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കുറച്ച് പ്രയാസമാണ് രണ്ടും കൂടി ശരിക്കും കൊണ്ടുപോകാൻ. പിന്നെ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടാണ് പ്രോഗ്രാംസ് പോകുന്നത്. റെക്കോർഡിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല അങ്ങനെ. ഇവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, ഓക്കെ. അപ്പം അപർണ എങ്ങനെയായിരുന്നു സാധാരണ ഇപ്പോ എന്താണ് ഇത്രയും വലിയൊരു പ്രശസ്തൻ അപ്പൂപ്പന്റെ കൊച്ചുമകൾ മാത്രവുമല്ല, എന്താണ് എപ്പോഴും പ്രോഗ്രാംസും സ്റ്റേജും ഒക്കെ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് അപർണ കല്യാണം കഴിച്ച് ഡൽഹിയിൽ പോയി. അപ്പോൾ ഹൗ വാസ് ദ ചേഞ്ച് ഓഫ് സീൻ? ഡൽഹിയിൽ എങ്ങനെയായിരുന്നു അപർണയുടെ ആക്ടിവിറ്റി? ഡൽഹിയിൽ ശരിക്കും ടോട്ടലി ഭയങ്കര ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ശരിക്കും. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നിട്ട് അവിടെ പോയപ്പോ എൻഗേജ്ഡ് ആയിരുന്നു വെച്ചാൽ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാംസിന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭജൻസും അങ്ങനെയൊക്കെ ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ പോലും വീട്ടിൽ ഇത്രയും നിറയെ ആളുള്ള ഒരു വീട്ടിൽ നിന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഹസ്ബൻഡ് വർക്കിന് പോയാൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. ഈ പാട്ടുപഠിത്തമൊക്കെ ഉണ്ട്, എന്നാൽ പോലും അതൊരു ചേഞ്ച് ആയിരുന്നു ശരിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം കൊണ്ട് ഒരു പുതിയ എല്ലാ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എൻജോയ് ചെയ്തു എല്ലാം, അതിന്റെ ആ ഒരു രീതിയിലെല്ലാം നല്ലതായിരുന്നു. പക്ഷെ ഡൽഹിയിലും അപർണ പാട്ടുമായിട്ട് നല്ല ബിസി ആയിരുന്നു. പാട്ട് പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ. അവിടെ ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു ടീച്ചറിന്റെ ഹേമ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ പോയിരുന്നു. പിന്നെ ഈ ഞാൻ മലയാളി അസോസിയേഷൻ പ്രോഗ്രാംസ് ഇടയ്ക്ക് വരും. പിന്നെ അതല്ലാതെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉണ്ട്. അത് വളരെ അവിടെ ഭയങ്കര പോപ്പുലർ ഒരു നോർത്ത് ഇന്ത്യൻ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. അവിടെ ഈ ഉത്സവത്തിനൊക്കെ അങ്ങനെ ഭജൻസും പിന്നെ വേറെ അങ്ങനെ ടെമ്പിൾസിലൊക്കെ അങ്ങനെ ഭജനൊക്കെ പാടാനും അങ്ങനെയൊക്കെ ചാൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ടൊരു പാട്ടായിട്ട് അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോസിലൂടെ ഒത്തിരി കുട്ടികൾ വരുന്നു, ഒത്തിരി അധികം പാട്ടുകാർ വരുന്നു. അപ്പം ഒരു കോമ്പറ്റീഷനിലും ഒന്നും, അതായത് അപർണയ്ക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഒരു മൂഡല്ലല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇല്ലാതെ നേരെ പാട്ടിലേക്ക് കൊച്ചിലെ മുതലേ പാട്ട് പാടി കവിതകളൊക്കെ പാടി നേരെ പാട്ടിലേക്ക് കടന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇപ്പോൾ 7-8 സിനിമയോളമായി. അപ്പം എങ്ങനെയാണ് ഇപ്പം സാധാരണ പാട്ട് പഠിത്തം എന്ന് വിട്ട് പ്ലേ ബാക്ക് സിംഗിങ് എന്ന പ്രൊഫഷൻ എങ്ങനെയാണ്? ഹൗ ഡിഡ് ഇറ്റ് ട്രീറ്റ് യു സോ ഫാർ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ട്രീറ്റിംഗ് യു എന്ന രീതിയിലൊന്നും പറയാം. എനിക്ക് തോന്നുന്നത്, എനിക്ക് ചെറുതാവുമ്പോഴേ മുത്തശ്ശൻ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരിക അങ്ങനെ ഒരു. അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് ശരിക്കും കുറച്ച് ഫെമിലിയർ ആയിരുന്നു ചെറുതാകുമ്പോൾ തൊട്ട്. പിന്നെ പാട്ട് പഠിത്തം ഞാനൊരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ തുടങ്ങി ഓംനിക്കുട്ടി ടീച്ചറിൻ്റെ അടുത്ത്. പിന്നെ ആലപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് പിന്നെ കണ്ടിന്യൂ ചെയ്തു. കുറേ വർഷം പഠിച്ചു. അപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാം ഇങ്ങനെ മകരിസ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വന്നു, കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് അങ്ങനെ ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അത് വഴിയാണ് കിട്ടുന്നത്. വോയിസ് ഓഫ് ദി വീക്കിലുണ്ടായിരുന്നു, അത് ഫൈനൽ റൗണ്ട് വരെ എത്തി അങ്ങനെ. അപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കിലായിരുന്നു ആദ്യം പാടിയത്. വോയിസ് ടെസ്റ്റ് ഒക്കെ നടത്തി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, നല്ല ടെൻഷനായിരുന്നു. കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ പറയുകയും ചെയ്തു എന്നോട്, നമുക്ക് ചെയ്ത് നോക്കാം, ഇതാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശരിക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെ പ്രോമിസ് ഇല്ലായിരുന്നു. അങ്ങനെ
മെയ്ഡ് ഇൻ US എന്നുള്ള മൂവിയിലാണ് ആദ്യം പാടുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 8 മൂവീസിൽ ഇപ്പോൾ സോഫ പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുറച്ചെങ്കിലും ഒരു ബ്രേക്ക് തന്ന മൂവി എന്ന് എനിക്ക് തോന്നുന്നത് മിഴികൾ സാക്ഷി എന്നുള്ള മൂവിയാണ്. അതിന് എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡും അങ്ങനെ ഒരു വേൾഡ് മലയാളി കൗൺസിൽ അവാർഡൊക്കെ കിട്ടി. അപ്പോൾ ആൾക്കാർ പിന്നെ ഞാനാണത് പാടിയെന്ന് പിന്നെ അറിയുന്നത് ശരിക്കും ആ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും പാടാം. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി 20 years കഴിഞ്ഞ് മ്യൂസിക് ചെയ്ത ഒരു പാട്ടായിരുന്നു, അത് മൂവിയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് നേരിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ച് പിന്നെ ആ മൂവിയിൽ തന്നെ 2 പാട്ടിന് ട്രാക്കും കൂടി അതും എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊരു വലിയ ഭാഗ്യമായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ശരിക്കും ആ പാട്ട് എനിക്കൊരു സന്തോഷം തരുന്ന, ബാക്കി എല്ലാ പാട്ടും സന്തോഷം ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി ഒരു റെക്കഗ്നീഷൻ ആ പാട്ടിനായിരുന്നു എനിക്ക്. അപ്പം അത് പാടാം. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പു, ഞാൻ കാത്തിരിപ്പു. മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പു, ഞാൻ കാത്തിരിപ്പു. വന്നണയാനെന്നെ വൈകുന്നു നീ, എന്നെ മറന്നുവോ കണ്ണാ, നിനക്കെന്നെ മറക്കുവാനാമോ. മഞ്ജുതര ശ്രീലതികാ